പ്രാധാന്യമർഹിക്കുന്ന ഒരു ദൗത്യവുമായാണ് ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമായുടെ ആഹ്വാനം ഉൾക്കൊണ്ടുകൊണ്ട് നേരത്തെ ഇവിടെ എല്ലാവരും സൂചിപ്പിച്ച പോലെ പരിശുദ്ധമായ പള്ളി മെമ്പറുകളുടെ മിഹ്റാബുകളിൽ നിന്നും സാത്വികരായ പണ്ഡിതന്മാർ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നു. അവർ ഉയർത്തുന്ന ശബ്ദം ഈ ഭരണസിരാ കേന്ദ്രത്തിന്റെ അകത്തളങ്ങളിൽ ഇരിക്കുന്ന നമ്മുടെ ഭരണ തമ്പുരാക്കന്മാർ ഉൾക്കൊള്ളണം എന്നാണ് ഗൗരവത്തോടു കൂടി ഈ ധർണയ്ക്ക് ഓർമ്മപ്പെടുത്തുവാനുള്ളത്. ഇത് സാമുദായികമായ ഒരാവശ്യം ഉന്നയിച്ചുകൊണ്ടല്ല ഈ പണ്ഡിതന്മാർ, ഈ സംഘടനാ നേതാക്കൾ ഇവിടെ വന്നിരിക്കുന്നത്. മറിച്ച് നീതിക്ക് വേണ്ടിയുള്ള ശബ്ദം ഉയർത്തിക്കൊണ്ട് നമ്മുടെ നാടിന്റെ സാമൂഹ്യ അന്തരീക്ഷം കലുഷിതമാക്കരുത്, കലുഷിതമാക്കാൻ ഏത് തമ്പുരാൻ ഇറങ്ങി പുറപ്പെട്ടാലും പിടിച്ചു കിട്ടാനുള്ള ആർജവം ഈ ഭരണാധികാരികൾ കാട്ടണം എന്ന് കൃത്യമായി ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് ഈ സംഘടനയുടെ ആഹ്വാനം ഉൾക്കൊണ്ടുകൊണ്ട് ഈ സാത്വികരായ പണ്ഡിതന്മാർ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ദൈവത്തിന്റെ സ്വന്തം നാട്ടിലാണ് നാം ജീവിക്കുന്നത്. കേരളം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ സിരകളിൽ അഭിമാനത്തിന്റെ ആന്തോളനം സൃഷ്ടിക്കപ്പെടാറുണ്ട്. ഉജ്ജ്വലമായ പൈതൃകമുള്ള നാട്, മമ്പുറം തങ്ങന്മാരുടെ, ശ്രീനാരായണ ഗുരുവിന്റെ, പണ്ഡിറ്റ് കറുപ്പന്റെ, ശ്രീമാൻ അയ്യങ്കാളിയുടെ, വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ അടക്കമുള്ള ഉജ്ജ്വലമായ സാമുദായികമായ പൈതൃകം കേരള സംസ്ഥാനത്തിന് അവകാശപ്പെട്ടതാണ്. എല്ലാവരും ഒരു അച്ഛന്റെ ഒരു അമ്മയുടെ മക്കളെ പോലെ ഏകോദര സഹോദരന്മാരായി ഇവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് കേരളത്തിന് മാത്രമല്ല, ഇന്ത്യക്ക് തന്നെ, ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റുകൾക്കും മാതൃകയാണ് എന്നുള്ളതിൽ ആർക്കാണ് രണ്ടഭിപ്രായമുള്ളത്? പക്ഷേ ദുഃഖകരം എന്ന് പറയട്ടെ, നമ്മുടെ ഈ കൊച്ചുനാടിനെ, ഈ ദൈവത്തിന്റെ സ്വന്തം നാടിനെ കലുഷിതമാക്കുന്നതിന് വേണ്ടി ചില തമ്പുരാക്കന്മാർ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്ന അപകടകരമായ സാഹചര്യത്തിലാണ് ഈ സാർത്ഥവാഹക സംഘം ഈ ഭരണസിരാ കേന്ദ്രത്തിന് മുന്നിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. എന്താ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ആടിനെ പട്ടിയാക്കുക, പട്ടിയെ പേപ്പട്ടിയാക്കി തല്ലിക്കൊല്ലുന്ന നടപടികളല്ലേ നടന്നുകൊണ്ടിരിക്കുന്നത്? ഒരു കള്ളം 100 തവണ ആവർത്തിച്ചാൽ അത് സത്യമായി തീരുമെന്ന ഗീബൽസിയൻ തന്ത്രം പല ഉത്തരവാദപ്പെട്ടവരും ഉത്തരവാദപ്പെട്ട സ്ഥാനത്തിരുന്നു കൊണ്ട് പയറ്റിക്കൊണ്ടിരിക്കുന്ന ദാരുണമായ ഭീതിതമായ ഒരു സാഹചര്യം. ഇത് അപകടകരമാണ്, ഇത് അപകടകരമാണ്. ഇത് ഓർമ്മപ്പെടുത്താനാണ് ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. അതിന്റെ നേതാക്കൾ, അതിന്റെ പ്രവർത്തകന്മാർ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് ഒരു സൂചന കൊണ്ട് മാത്രം, ഒരു സൂചന നൽകുന്നതിന് വേണ്ടി മാത്രം. ഞാൻ നീട്ടിപ്പരത്തി പറയുന്നില്ല. നമ്മുടെ സാത്വികരായ നേതാക്കന്മാരെല്ലാം കാര്യങ്ങൾ സൂചിപ്പിച്ചു കഴിഞ്ഞു. എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? പ്രിയമുള്ളവരെ, മുസ്ലിം പ്രീണനം എന്ന പേര് പറഞ്ഞിട്ട് ഇവിടെ വല്ലാത്ത കുഴപ്പങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താ ഇവിടെ കണക്കുകളെ പറ്റി ആധികാരികമായി ഇവിടെ പലരും സൂചിപ്പിച്ചു. നമ്മുടെ ഭരണസിരാ കേന്ദ്രത്തിന്റെ അകത്തളങ്ങളിൽ, അതിന്റെ മേശപ്പുറത്ത്, നിയമസഭയുടെ മേശപ്പുറത്ത് കൃത്യമായ കണക്കിരിക്കുന്നുണ്ടല്ലോ. ഉബൈദുള്ള MLA ചോദ്യത്തിന് ഉത്തരമായി ഇപ്പൊ കഴിഞ്ഞുപോയ മന്ത്രി കെ രാധാകൃഷ്ണൻ മുന്നോട്ട് വെച്ച റിപ്പോർട്ട് എന്തുകൊണ്ട് അതിവിടെ ചർച്ചയാകുന്നില്ല? എന്തുകൊണ്ട് അതിവിടെ ചർച്ചയാകുന്നില്ല? അതിൽ പറയുന്നല്ലോ കൃത്യമായി സർക്കാർ സ്ഥാപനങ്ങളിൽ, അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിൽ, പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ഓരോ സമുദായത്തിന്റെയും കണക്ക് കൃത്യമായി പറഞ്ഞപ്പോ ഏറ്റവും വലിയ പ്രാതിനിധ്യക്കുറവ്, ഇന്ന് പ്രീണനം എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും മട്ടമിട്ട് ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമുദായത്തിനാണല്ലോ കുറവ്. ആർക്കെങ്കിലും നിഷേധിക്കാൻ സാധിക്കുമോ? ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ബഹുമാന്യനായ തൊടിയൂർ ഉസ്താദ് സൂചിപ്പിച്ച പോലെ 27% ഒരു സമുദായത്തിന് 13% പോലും ഉദ്യോഗ രംഗങ്ങളിൽ പ്രാതിനിധ്യമില്ല. ഇത്രയും കുറവ് ഒരു സമുദായത്തിനുമില്ല എന്നിരിക്കെ എന്തുകൊണ്ടാണ് കണ്ണടച്ചിരട്ടാക്കിക്കൊണ്ട് പട്ടിയെ പേപ്പട്ടിയാക്കി തല്ലിക്കൊല്ലുന്ന ഭീതിതമായ ഒരു സാഹചര്യം? പ്രിയമുള്ളവരെ, ഒരു കാര്യം ഓർമ്മപ്പെടുത്തട്ടെ. ശ്രീമാൻ വെള്ളാപ്പള്ളിയാണ് ഏറ്റവും അവസാനമായി രംഗത്ത് വന്നിരിക്കുന്നത്. നമുക്ക് അദ്ദേഹത്തോട് വ്യക്തിപരമായ ഒരു വിരോധവുമില്ല. പക്ഷെ ഒരു കാര്യം ഓർമ്മപ്പെടുത്തട്ടെ. നിങ്ങൾ ഇഡിയെ ഭയപ്പെടുന്നുണ്ടാകാം. നിങ്ങളുടെ മകൻ തുഷാർ വെള്ളാപ്പള്ളി ഇഡി അടക്കമുള്ള ഈ രാജ്യത്തെ അന്വേഷണ ഏജൻസികളെ ഭയപ്പെടുന്നുണ്ടാകാം. അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഈ സമുദായത്തെ ആക്രമിച്ചു കഴിഞ്ഞാൽ, ഈ സമുദായത്തെ വട്ടമിട്ട് ആക്രമിച്ചു കഴിഞ്ഞാൽ അതിന്റെ ആനുകൂല്യം ഇന്നത്തെ ഭരണ തമ്പുരാക്കന്മാരിൽ നിന്ന് കിട്ടിക്കൊണ്ട് രക്ഷപ്പെടാനുള്ള മാർഗമാണ് നിങ്ങൾ സ്വീകരിക്കുന്നതെങ്കിൽ ഒരു കാര്യം ഓർമ്മപ്പെടുത്തട്ടെ. നിങ്ങൾ ഇരിക്കുന്ന വേദി, ഇവിടെ നേരത്തെ അഡ്വക്കേറ്റ് KP മുഹമ്മദ് സാഹിബ് സൂചിപ്പിച്ച പോലെ SNDPയുടെ സെക്രട്ടറി സ്ഥാനത്താണ് താങ്കൾ ഇരിക്കുന്നത്. താങ്കൾ അതിന്റെ ചരിത്രം ഉത്തരവാദപ്പെട്ടവരിൽ നിന്നും അല്ലെങ്കിൽ താങ്കളുടെ അനുയായികളിൽ നിന്നെങ്കിലും അതിന്റെ പവിത്രത പഠിച്ചു മനസ്സിലാക്കണം എന്നാണ് നമുക്ക് ഓർമ്മപ്പെടുത്തുന്നത്.
ഓർമ്മപ്പെടുത്താനുള്ളത് ശ്രീനാരായണ ഗുരുവുണ്ടല്ലോ. മനുഷ്യത്വമാണ് എന്റെ ജാതി എന്ന് പ്രഖ്യാപിച്ച നാരായണ ഗുരുവിന്റെ അനുഗ്രഹാശിസുകളോടുകൂടി രൂപം കൊണ്ട SNDP. കുമാരനാശാൻ എന്ന് പറയുന്ന കവിയുണ്ടല്ലോ, ആ കവി ജനറൽ സെക്രട്ടറി ആയിരുന്ന SNDP. ആർ ശങ്കർ എന്ന് പറയുന്ന പ്രബുദ്ധ കേരളത്തിന് മറക്കാൻ കഴിയാത്ത ആർജവുമുള്ള ഭരണാധികാരി ഉണ്ടല്ലോ, ആർ ശങ്കർ SNDPയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്നു. ആദരവോടുകൂടി സ്നേഹത്തോടു കൂടിയാണ് കാണുന്നത്. ഈ സമുദായവും നെഞ്ചേറ്റുന്ന നമ്മുടെ സഹോദര പ്രസ്ഥാനമാണ് SNDP. പക്ഷേ അതിന്റെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തിരുന്നു കൊണ്ട് താങ്കൾ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് പൊറുക്കാൻ പറ്റാത്ത അപരാധമാണെന്ന് ഓർമ്മപ്പെടുത്താൻ മാത്രം ഈ സന്ദർഭം വിനിയോഗിക്കുകയാണ്. നമ്മെ തമ്മിലെടുപ്പിക്കുകയാണെന്നുള്ള യാഥാർത്ഥ്യം താങ്കൾ മറന്നു പോകരുത്. പ്രിയമുള്ളവരെ, ഏറ്റവും അധികം വരുന്ന ബഹുഭൂരിഭാഗം വരുന്ന പിന്നോക്ക ജനവിഭാഗങ്ങൾ, പക്ഷേ അവരുടെ പ്രാതിനിധ്യം കണക്കെടുക്കുമ്പോ അവരധികാരത്തിന്റെ 4 അയലത്ത് പോലും വരാൻ പാടില്ല എന്നുള്ള വരേണ്യ വർഗത്തിന്റെ ആ താല്പര്യം സംരക്ഷിക്കുന്നത് താങ്കൾ കോടാലിയായി മാറുകയാണ്. ചരിത്രം മാപ്പ് നൽകില്ല, ചരിത്രം മാപ്പ് നൽകില്ല. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒരു കാര്യം മാത്രം ഓർമ്മപ്പെടുത്തട്ടെ. ഈ സമുദായത്തെ സംബന്ധിച്ചിടത്തോളം പ്രിയമുള്ളവരെ, നമ്മുടെ രാജ്യത്ത് ഇന്ന് വല്ലാത്ത പീഡനങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്ന ഒരു സമുദായം കൂടിയാണ് മുസ്ലിം സമുദായം എന്ന് പറയുന്നത്. എന്തിനു വേണ്ടി? ഈ രാജ്യത്തിന്റെ ഐക്യം, ഈ രാജ്യത്തിന്റെ അഖണ്ഡത, വൈദേശിക ആധിപത്യത്തിനെതിരെല്ലാം ത്യജിച്ചു. ഇവിടെ എല്ലാവരും സൂചിപ്പിച്ച പോലെ ജീവനും ജീവിതവും ഒക്കെ സമർപ്പിച്ചു. പക്ഷേ സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞു. ഇന്ന് വർഷങ്ങൾ കഴിഞ്ഞു. ഇവിടെ കഴിഞ്ഞ 10 വർഷങ്ങളായി ഫാസിസ്റ്റ് സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം എല്ലാ മേഖലകളിലും വളഞ്ഞിട്ട് ആക്രമിച്ചുകൊണ്ടിരിക്കുന്നു. ആരാധനാലയങ്ങൾ തച്ചു തകർത്തുകൊണ്ടിരിക്കുന്നു. ബുൾഡോസർ ഈ സമുദായത്തിന്റെ നെഞ്ചത്തു കൂടി കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. പണ്ഡിതന്മാർ ഒന്നൊന്നായി വടക്കേ ഇന്ത്യൻ സ്റ്റേറ്റുകളിൽ അറുകൊല ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഏറ്റവും അവസാനമായി ഈ പൊതു തെരഞ്ഞെടുപ്പിൽ ഇന്നത്തെ അധികാരത്തിലിരിക്കുന്ന ഫാഷിസ്റ്റ് ശക്തികളെ സംബന്ധിച്ചിടത്തോളം അവരുദ്ദേശിച്ച ഭൂരിപക്ഷം, അവരുദ്ദേശിച്ച മേൽക്കൈ നേടാൻ സാധിച്ചില്ല. അതിന് വിലങ്ങുതടിയായി നിന്നത് ഈ സമുദായമാണ് എന്ന് കണ്ടുകൊണ്ട് ഈ സമുദായത്തെ ക്രൂരമായി ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന എത്ര പണ്ഡിതന്മാർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. ആൾക്കൂട്ട കൊലപാതകങ്ങൾ, പള്ളികൾ തകർത്തുകൊണ്ടിരിക്കുന്നു. ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തട്ടെ. ഈ രാജ്യത്തെ മതേതര ജനാധിപത്യ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ കയ്യം കെട്ടി നോക്കി നിൽക്കരുത്. നിങ്ങൾ കയ്യം കെട്ടി നോക്കി നിൽക്കരുത്. പ്രതിപക്ഷത്തിന്റെ ദൗത്യം നിറവേറ്റുവാൻ നിങ്ങൾ തയ്യാറാകണമെന്ന് കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് ഈ ധർണ ഇവിടെ നടക്കുന്നത്. വിവിധ ആവശ്യങ്ങളാണ് ഉന്നയിക്കുന്നത്. ഈ രാജ്യത്തിന്റെ ബഹുസ്വരതയും ഈ രാജ്യത്തിന്റെ ഐക്യവും കാത്തു സൂക്ഷിക്കുവാൻ ഈ രാജ്യത്തെ ഉത്തരവാദപ്പെട്ട എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഉണർന്ന് പ്രവർത്തിക്കണമെന്ന് കൂടി ഈ ധർണ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, ഞാൻ അവസാനിപ്പിക്കുന്നു. സാമൂഹ്യ നീതി എന്ന് പറയുന്നത് എല്ലാ വിഭാഗം ജനങ്ങളുടെയും, എല്ലാ വിഭാഗം ജനങ്ങൾക്കും അധികാരത്തിൽ പങ്കാളിത്തം ഉണ്ടാകണം എന്നുള്ളതാണ്. ഒരു വിഭാഗവും അധികാരത്തിന്റെ പ്രദേശങ്ങളിൽ നിന്നും പിന്തള്ളപ്പെട്ടു പോയിക്കൂടാ. പക്ഷെ അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെപ്പറ്റി കൃത്യമായി മനസ്സിലാക്കണം. സത്വര പരിഹാരം ഉണ്ടാകണം എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ടുള്ള ഈ ധർണയ്ക്ക് എല്ലാ അഭിവാദ്യങ്ങളും നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.